ഹായ്, ഇന്നത്തെ പ്ലാസ്റ്റിക് ബോട്ടിലും ചിരട്ടയും അറക്കപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് അടിപൊളിയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കിടിലായിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് 2 ലിറ്ററിൻ്റെ കാലി പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ മുഖഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഈ ബോട്ടിൽ നമ്മൾ 3 കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ബോട്ടിൽ 3 നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ നടുവിലെ പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കും. ഇനി ഈ നടുവിലെ പീസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഭാഗം അതിന് ഒരു സൈഡിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഭാഗം നമ്മൾ ഒട്ടിച്ച് റൗണ്ടാക്കി എടുത്തു. ഇനി നമുക്ക് അത് എടുത്തതിന് ശേഷം അടിഭാഗത്തെ ബോട്ടിൽ പീസിൻ്റെ ഉള്ളിലേക്ക് നമ്മളത് കയറ്റി വെക്കുന്നുണ്ട്. ഇതേപോലെ പാതി ഭാഗം അതിനുള്ളിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുന്നു. ഇനി നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുന്ന ബോട്ടിലിൻ്റെ ഭാഗം അതിനുള്ളിലേക്ക്, അതായത് നമ്മൾ ഇപ്പോൾ ഒട്ടിച്ചെടുത്തതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, ജോയിൻറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് അത് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ബോട്ടിലിൻ്റെ 2 ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്ത് അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ രണ്ടാമത് ഒരു 2 ലിറ്ററിൻ്റെ കാലി ബോട്ടിൽ എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മുഖഭാഗം മാത്രമാണ്, അതായത് മുകൾ ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൂടി നമുക്ക് അയച്ച് മാറ്റാം. ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അത് ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് കട്ട് ചെയ്ത ഈ ഭാഗം ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ ബോട്ടിലിൻ്റെ ആ ഭാഗം നമ്മൾ ഇതേപോലെ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചത്. അതൊന്ന് ഒട്ടിച്ചതൊന്ന് ഫിറ്റായി കഴിഞ്ഞാൽ, ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പണികളിൽ കടക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് കുറച്ച് അറക്കപ്പൊടിയാണ്, അതായത് മില്ലുകളിൽ നിന്ന് മരം അറക്കുമ്പോൾ കിട്ടുന്ന പൊടി. പിന്നീട് നമ്മൾ എടുക്കുന്നത് ഫെവിക്കോളാണ്. അപ്പോൾ ഫെവിക്കോൾ നമ്മൾ ഇതേപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് നമ്മൾ ഇതേപോലെ എടുക്കുന്നുണ്ട്. അതിനുശേഷം വളരെ കുറച്ച് വെള്ളം അതിൽ ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അത് ഫെവിക്കോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക്, അതായത് ഇതേപോലെ ഒരു പെയിൻറ്റിങ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ഗമ്മ് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ പുറംഭാഗം മുഴുവനായിട്ട് നമുക്ക് ഈ മരപ്പൊടിയിൽ പൊതിഞ്ഞെടുക്കണം. അതിന് വേണ്ടി നമ്മൾ ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മുടെ മരപ്പൊടി നമ്മൾ ഇതേപോലെ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറഞ്ഞ ഭാഗം ഗം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ വിതറി എടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഈ ബോട്ടിലിൻ്റെ മുഴുവൻ ഭാഗവും നമുക്ക് ഇതേപോലെ മരപ്പൊടിയിൽ പൊതിഞ്ഞെടുക്കാം.
അപ്പോൾ നമ്മുടെ ബോട്ടിൽ മുഴുവനായിട്ട് നമ്മൾ മരപ്പൊടിയിൽ പൊതിഞ്ഞെടുത്തു. ഇനി നമ്മൾ കുറച്ച് വൈറ്റ് സിമെൻറ്റ് കലക്കിയെടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം വൈറ്റ് സിമെൻറ്റ് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ അത് നമ്മൾ ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്കിതിനൊരു വെയിറ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ബോട്ടിൽ മുഴുവനായിട്ടും മരപ്പൊടിയിൽ പൊതിഞ്ഞെടുത്തു. പിന്നീട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഒഴിച്ചു. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് ഉണങ്ങിയിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒരു 6 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇത് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കഴുത്ത് വരുന്ന ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു 2 സൈഡ് ടാപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും, അതായത് രണ്ടാമതൊരു ലെയർ കൂടി ഇതിന് മുകളിൽ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം മരത്തിൻ്റെ പൊടി നമ്മൾ വിതറി ഒന്നുകൂടി നമ്മൾ രണ്ടാമത്തെ ലെയർ കൂടി മരത്തിൻ്റെ പൊടിയിൽ ഇത് പൊതിഞ്ഞെടുക്കും. അപ്പോൾ അത് പുറംഭാഗം മുഴുവനും രണ്ടാമത്തെ ലെയർ നമ്മൾ മരപ്പൊടി പൊതിഞ്ഞെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത്, ഇതിൻ്റെ ഉൾഭാഗം വരുന്ന ഭാഗത്ത് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെയും നമ്മൾ മരപ്പൊടി വിതറി അവിടെയും നമ്മൾ മരപ്പൊടിയിൽ പൊതിഞ്ഞെടുക്കുന്നു. അതിനുശേഷം കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ എടുത്തത് ഒരു ചിരട്ടയാണ്. ഈ ചിരട്ട നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 4 പീസായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അതിന് മുകളിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് 2 ഭാഗവും നമ്മൾ മരത്തിൻ്റെ പൊടിയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചെറിയ കുറച്ച് ചിരട്ടയുടെ പീസുകൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ ഉരച്ച് റെഡിയാക്കി നമ്മൾ ഒരു ഫ്ലവറിന് വേണ്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 4 പീസുകൾ ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഫ്ലവർ ഇതിൻ്റെ നടുഭാഗത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ 4 ചിരട്ടയുടെ പീസുകൾ നമ്മൾ അടിഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചെടുത്തു. അത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിരട്ടയിൽ തയ്യാറാക്കിയ ഫ്ലവർ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് ഒരു ലൈസ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ നടുഭാഗത്തേക്ക് നമ്മൾ ആ ഫ്ലവർ ഒട്ടിച്ചതിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഫ്ലവറും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിരട്ടയുടെ ഫ്ലവർ, അതായത് നമ്മൾ നടുഭാഗത്ത് കൊടുത്ത ചിരട്ടയുടെ ഫ്ലവർ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്ലീക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുള്ള ഫ്ലവർ വേസിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. ഇനി ഇത് ഉണങ്ങിയാൽ നമുക്കിത് ഉപയോഗിക്കാം. But all will be okay. I move on each and every day. The past is where it stays. Way back a year ago, I've changed for the better this time. I thought I would never be fine. I strive just to say I'm alright. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുള്ള ഫ്ലവർ വേസ് അടിപൊളി ഫ്ലവർ വേസ് അല്ലേ. അപ്പോൾ അത് നമുക്ക് അടിപൊളിയായിട്ട് ഫ്ലവറൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫ്ലവർ വേസും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. Seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago.
but all will be okay. I move on each and every day. The past is where it stays. Way back a year